ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഒരു ലൈവിന് വരാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് ഞാൻ കണ്ടു. അത് ജനം ടി വി ആണ് അത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ എന്താ പറയാ ഒരു നിർമ്മല കോളേജ്, അതായത് മൂവാറ്റുപുഴ നിർമ്മല കോളേജില് നിസ്കരിക്കാൻ പ്രത്യേക സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടു. ഒരു മതവിഭാഗത്തിന് മാത്രമായി അങ്ങനെ ഒരിടം നൽകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നാലെ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ എത്തി പ്രതിഷേധിക്കുകയായിരുന്നു. ഇതാണ് ഞാൻ കണ്ട ന്യൂസ്. അപ്പോ അത് കൊടുത്തിരിക്കുന്നത് അതിന്റെ പ്രിൻസിപ്പാൾ ആയിട്ടുള്ള നിർമ്മല കോളേജിന്റെ പ്രിൻസിപ്പാൾ ആയിട്ടുള്ള ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുര്യാക്കോസ് എന്ന് പറയുന്ന ഫാദറാണ് ആ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോ ഈ പറയുന്നത് ഈ ഒരു കാര്യം കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു പുതുമയായിട്ടൊന്നും തോന്നിയില്ല. കാരണം എന്താ വെച്ചാല് ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് ഒരു കൃമിക്കുത്ത് പോലെ കുറെ നാളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പുതിയ പുതിയ ആചാരങ്ങൾ കുത്തിപ്പൊക്കി കൊണ്ടുവരാനായിട്ട് ഒരു വിഭാഗം ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്കിതൊക്കെ കാണേണ്ടി വരുന്നത്. എനിവേ, അപ്പോ അത് കണ്ടതില് ഞാൻ തോന്നിയത്, അതായത് ഇപ്പൊ മൂവാറ്റുപുഴ കോളേജില് ഇവർക്ക് നിസ്കരിക്കാനായിട്ടുള്ള ഒരു ഇടം വേണമെന്ന് പറയുമ്പോൾ ഈ മൂവാറ്റുപുഴ കോളേജില് ഇപ്പോ ആവശ്യപ്പെടുന്നതിന് ഇത്രയും കാലം ഈ മതക്കാർക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടായിരുന്നില്ലേ? അതോ ഇനിയിപ്പോ പടച്ചോൻ നേരിട്ട് അങ്ങ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടോ എവിടുന്നോ ഇറങ്ങി വന്നിട്ട് ഇവരെ എന്താ പറയാ ഉത്ബോധിപ്പിച്ചോ? നിങ്ങൾ നിസ്കരിക്കുക, കോളേജിനകത്ത് നിസ്കരിക്കുന്ന ഇവരെ ഉത്ബോധിപ്പിച്ചോ എന്നറിയില്ല. അപ്പൊ പെട്ടെന്നുണ്ടായ എന്താ പറയാ ഒരു സംഗതിയായിരിക്കും ഇപ്പൊ ഇത് പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട ഏതാണ്ട് ഉള്ളൊരു സംഗതി പോലെയാണ് എനിക്ക് തോന്നിയത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ചോദിക്കുന്നത് എന്താ വെച്ചാല്, ഇവിടെ ഈ പറയുന്ന മതത്തിന്റെ അടിസ്ഥാനത്തില് ഓരോരുത്തർ തുടങ്ങിക്കഴിഞ്ഞാല് ഈ മതാടിസ്ഥാനത്തിന്റെ പേരിൽ തന്നെ മറ്റ് പ്രധാനപ്പെട്ട രണ്ട് മതങ്ങളുണ്ട്. ഒരെണ്ണം മതമാണെന്ന് പറയാൻ പറ്റില്ല, സംസ്കാരമാണ്. അപ്പൊ ആ ഹിന്ദു സംസ്കാരപ്രകാരം അല്ലെങ്കിൽ ഹിന്ദു മതപ്രകാരം ജീവിക്കുന്ന ഒരു പറ്റം മനുഷ്യരുണ്ട്. അവരാണ് ഭൂരിപക്ഷം. ഇനി ക്രിസ്തീയ മതമുണ്ട്, ഇസ്ലാം മതമുണ്ട്. അപ്പോ ഈ മതക്കാരെല്ലാവരും ഇങ്ങനെ ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ മറ്റു മതക്കാരെന്ത് ചെയ്യും? ഞാൻ ചോദിക്കുന്ന, ഇവിടെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഉള്ള കോളേജുകളുണ്ട്, ഹിന്ദു മാനേജ്മെന്റ് ഉള്ള കോളേജുകളുണ്ട്, മുസ്ലിം മാനേജ്മെന്റ് ഉള്ള കോളേജുകളുണ്ട്. അപ്പൊ ഈ മുസ്ലിം മാനേജ്മെന്റ് ഉള്ള കോളേജുകളിൽ പോയിട്ട് മറ്റു മതക്കാർ ചെന്നിട്ട് പറയാണ്, ഞങ്ങൾക്കും ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനും ചന്ദന തിരി കത്തിക്കാനും നാമം ജപിക്കാനും ഭജന ചൊല്ലാനും പിന്നെ കുർബാന കൈക്കൊള്ളാനും ഉള്ള സൗകര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് മറ്റു രണ്ടു വിഭാഗക്കാരും ആവശ്യപ്പെട്ടാൽ ഈ പറയുന്ന ന്യൂനപക്ഷ വിഭാഗമായ ഈ മുസ്ലിം വിഭാഗം അല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെന്റ് ആയിട്ടുള്ള കോളേജുകൾ അത് അനുവദിച്ചു കൊടുക്കുകയില്ലേ? അങ്ങനെ ചോദിക്കാൻ അവർ തുനിഞ്ഞാൽ അവരങ്ങനെ തുനിയില്ല. ബിക്കോസ് ഈ മതം ഒരു പ്രധാന ഘടകമായിട്ട് ആരും കഴുത്തിൽ കെട്ടി തൂക്കി നടക്കുന്ന വിഭാഗങ്ങളല്ല മറ്റു രണ്ട് വിഭാഗക്കാരും. കാരണം അവർക്ക് തലയ്ക്കൊക്കെ താമസമുണ്ട്. ഈ പ്രാകൃത മതക്കാരുടെ പോലെ എവിടെ ചെന്നും മതം കുത്തിക്കയറ്റി ഭക്ഷണത്തിലും മതം, നടപ്പിലും മതം, ഇരിപ്പിലും മതം, കിടപ്പിലും മതം എന്നൊക്കെ പറഞ്ഞിട്ട് മതം താങ്ങി നടക്കുന്ന പിന്നെ മതയോളികളല്ല മറ്റുള്ള രണ്ട് മതക്കാരും. അവർക്ക് അവരുടെ മതം എന്ന് പറഞ്ഞാൽ അവരുടെ ആത്മരക്ഷയ്ക്കായി അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസത്തിനായിട്ട് മാത്രം അവർ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു എന്താ പറയാ സംഗതിയാണ് മതം. അവരതൊരിക്കലും ഈ പബ്ലിക് പ്ലേസിലോ അല്ലെങ്കിൽ പബ്ലിക് ഇടങ്ങളിലോ കുത്തിക്കയറ്റാൻ വരാറില്ല, ആരെയും ബുദ്ധിമുട്ടിക്കാറുമില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് തന്നെയാണ് സത്യവും. അപ്പോ ഈ നിസ്കരിക്കാനായിട്ട് കോളേജിനകത്ത് ഇപ്പോ ഈ പറയുന്ന നിർമ്മല കോളേജിനകത്ത് നിസ്കരിക്കാനായിട്ടുള്ള ഒരു ഇടം വേണം എന്ന് ആവശ്യപ്പെട്ടിട്ട് അങ്ങനെ ഒരു ഇടം ഉണ്ടാക്കി കൊടുത്താൽ ഈ ബാക്കി രണ്ട് മതക്കാർക്കും ഇത് ഞങ്ങൾക്കും വേണം എന്ന് തോന്നിയാൽ അവരോട് എന്ത് സമാധാനം ആണ് ഈ സമാധാന മതക്കാർക്ക് പറയാനുള്ളത്? എന്റെ ചോദ്യം ഈ സമാധാന മതക്കാരോടാണ്. ഈ സമാധാന മതക്കാര് ആദ്യം ചിന്തിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്നുള്ളൊരു ചൊല്ലുണ്ട്. അപ്പൊ ഈ കരയുന്ന കുട്ടിക്കേ പാലുള്ളൂ എന്ന് വന്നാൽ അത് മറ്റുള്ളവർക്കും അത് ബാധകമാണ്. കാരണം ഒരു 28 വയസ്സ് 30 വയസ്സിൽ ജീവിച്ചിരുന്ന ചിന്താഗതികളല്ല എന്റെ. കാരണം എനിക്കിന്നൊരു 55 വയസ്സുണ്ട്. അപ്പൊ ഈ 55ാമത്തെ വയസ്സിൽ ഞാൻ എന്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയ വലിയ ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട്. ഈ എക്സ്പീരിയൻസില് വലിയൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ മതം വലിയൊരു എന്താ പറയാ ആവശ്യ ഘടകമായിട്ട് നാളെ നമ്മുടെ നിലനിൽപ്പിന് പോലും അത് അപകട ഭീഷണി ഉയർത്തുന്ന ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഇപ്പൊ ജീവിക്കുന്നത്.
എന്റെ 30ാമത്തെ വയസ്സിൽ ഞാൻ അങ്ങനെ ആയിരുന്നില്ല. എന്റെ 30ാമത്തെ വയസ്സിൽ എന്റെ തൊട്ടപ്പുറത്തുള്ള പിന്നെ ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും അവർക്ക് നമ്മളോടും നമുക്ക് അവരോടും ഒരു തരത്തിലുള്ള മതമോ അല്ലെങ്കിൽ ഒരു മതസ്പർദ്ധയോ നമ്മുടെ മനസ്സിൽ ഒരിക്കലും തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മതസ്പർദ്ധ നമ്മളില്, അതായത് നമ്മുടെ പിന്നാലെ വന്ന് നമ്മളെ കൊണ്ട് അത് നീ അങ്ങനെ ചെയ്യാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന, അതായത് നമ്മളെ പ്രകോപിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക പ്രാകൃത മതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേക പ്രാകൃത മതക്കാർക്ക് ഇത് സ്വയം തിരിച്ചറിയാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രത്യേക പ്രാകൃത മതം എവിടെ ചെന്ന് എത്തുമെന്നുള്ളത് അവർ തന്നെ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം അത്രയ്ക്കും അരോചകമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇവരുടെ ഈ മതാവശ്യപ്രകാരമുള്ള ഈ എന്താ പറയാ നോൺസെൻസ് പരിപാടികൾ അത്രയ്ക്കും എന്താ പറയാ വളരെ അരോചകമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മതത്തിന്റെ പേരിൽ കോളേജിൽ നിസ്കരിക്കണം, കോളേജിൽ നിസ്കരിക്കാനായിട്ട് ഞാൻ ചോദിക്കുന്ന, കോളേജിൽ വരുന്നത് പഠിക്കാനല്ലേ? കോളേജിൽ വരുന്നത് 4 അക്ഷരം വിദ്യ അഭ്യസിക്കാനും ആ വിദ്യയുടെ പേരിൽ വിദ്യ അഭ്യസിച്ച് അവന്റെ ജീവിതം കെട്ടിപ്പടുക്കാനും അവന്റെ ഭാവി സുരക്ഷിതമാക്കാനും അവന്റെ ഫ്യൂച്ചർ വളരെ നല്ല രീതിയിലാക്കാനുമാണ് അവൻ കോളേജിൽ വരുന്നതും പഠിക്കുന്നതും. നമ്മൾ കുട്ടികളെ വിടുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പൊ ആ വരുന്ന ഒരു വിഭാഗക്കാര്, അത് മുസ്ലിം മതങ്ങളെ മൊത്തം ഞാൻ പറയില്ല, അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പുഴുക്കുത്തുകളുണ്ട്. ഏത് മതത്തിലുണ്ടല്ലോ കുറച്ച് പുഴുക്കുത്തുകൾ. അപ്പൊ ആ മുസ്ലിം വിഭാഗത്തിന്റെ ഈ പുഴുക്കുത്തുകള്, ഈ ജമാഅത്തെ പോലെയുള്ള കുറച്ച് പുഴുക്കുത്തുകൾ വന്നിട്ട് ഈ ജാതി പരിപാടികൾ കാണിക്കുമ്പോൾ അതിനെ അടപടലം എതിർക്കേണ്ടത് ഈ മുസ്ലിം വിഭാഗം തന്നെയാണ്. ഇല്ലെങ്കിൽ ഈ വിഭാഗത്തെ ഈ ലോകം തന്നെ വെറുക്കാൻ തുടങ്ങും. ഇപ്പൊ തന്നെ ഈ ലോകം തന്നെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം പ്രവൃത്തി മൂലമാണ് കർമ്മ അനുഭവിക്കുക. നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്താണോ അതിനനുസരിച്ചുള്ള കർമ്മങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോ ഇവര് കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിവാസങ്ങള് എത്ര പരിധി വരെ അല്ലെങ്കിൽ ഏതുവരെ മറ്റുള്ളവരും കൂടി ക്ഷമിക്കുമെന്നുള്ളത് ഇവർ ചെയ്യുമ്പോൾ ചിന്തിക്കേണ്ടതാണ്. ഈ കോളേജിനകത്ത് നിസ്കരിക്കാനായിട്ട് നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്നത്, ഇതൊരു പ്രത്യേക മതം എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളിലും എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും വരുമ്പോൾ ഇവർക്കൊരു പ്രത്യേകത, അതായത് ന്യൂനപക്ഷം എന്ന് പറഞ്ഞിട്ട് ഈ ഏതൊരു കൊച്ചിനെയും നമ്മൾ ഒരുപാട് ലാളിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചങ്ങ് വഷളായി പോകും. ഏതൊരു കുട്ടിയെയും നമ്മൾ ഒരുപാട് അങ്ങ് ലാളിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചങ്ങോട്ട് വഷളായി പോകും. അപ്പൊ ഈ കൊച്ചുങ്ങൾ വഷളായി പോകുന്നത് എന്തുകൊണ്ടാണ്? അവരെ ഒരുപാട് ലാളിക്കുന്ന കാരണം. അപ്പൊ ഈ ലാളന കൂടിപ്പോയതിന്റെ പേരിലാണ് ഈ പ്രത്യേക പ്രാകൃത മതം ഇപ്പോ വലിയൊരു ചോദ്യചിഹ്നമായിട്ട് എല്ലാവരുടെ മുൻപിലും നിൽക്കുന്നത്. ആ ലാളന കൂടിപ്പോയി. ഇവിടെ മാറി മാറി വരുന്ന സർക്കാര്, അത് കോൺഗ്രസ് ആയാലും പിന്നെ കമ്മ്യൂണിസ്റ്റ് ആയാലും, ഇപ്പോ BJP കേരളം ഭരിച്ചിട്ടില്ല. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില് ഇവര് ന്യൂനപക്ഷമാണ് എന്ന് പറയുമ്പോൾ, ഈ ന്യൂനപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കയ്യോ കാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ ഉള്ള വികലാംഗരെയാണ് ന്യൂനപക്ഷക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുള്ളവരെയാണ് ന്യൂനപക്ഷക്കാരെന്ന് പറയാം. പക്ഷെ ഇവിടെ കുറവുകളൊന്നും ഇവർക്ക് നമ്മളെക്കാൾ വ്യത്യസ്തമായിട്ട് ഇവർക്ക് കുറവുകളൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കയ്യോ കാലോ കണ്ണോ മൂക്കോ അല്ലെങ്കിൽ ചെവിയോ അല്ലെങ്കിൽ ബാക്കി തലച്ചോറോ അങ്ങനെ യാതൊന്നും കുറവുകളുള്ളതായിട്ട് എനിക്ക് ഈ പ്രത്യേക പ്രാകൃത മതക്കാരിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ അവർക്ക് ചെറിയൊരു കുറവുള്ളതെന്ന് പറഞ്ഞാൽ അവർ സ്വയം വരുത്തി വെച്ച കുറവാണ്. അത് അവർ തന്നെ അവരുടെ വിശ്വാസപ്രകാരം പിന്നെ വരുത്തി വെക്കുന്ന ഒരു ചെറിയ കുറവുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി എല്ലാ മതക്കാർക്കും ഉള്ള ബുദ്ധിയും ബോധവും സംഗതികളൊക്കെ ഇവർക്കും ഈശ്വരൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയും കഴിവുകളും എല്ലാ തരത്തിലുള്ള ബുദ്ധിയും ബോധവും കൊടുത്ത എല്ലാ മതക്കാരും തമ്മിൽ ഈ ഒരു മതവിഭാഗം മാത്രം ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ മുക്കറയിടാൻ തുടങ്ങുമ്പോൾ മറ്റു മതക്കാരും സ്വയം ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് മാത്രം. ഈ ചോദ്യം മറ്റു മതക്കാരും ചോദിച്ചാൽ ഈ പ്രാകൃത മതത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? അപ്പൊ എനിക്ക് ഈ പ്രാകൃത മതക്കാരോട്, ഈ വക ചിന്താഗതിയുള്ള ഈ പ്രാകൃത മതത്തിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സ്വയം ചോദിക്കേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു. കാരണം ഒരു വിഭാഗം മാത്രം ഇങ്ങനെ പ്രത്യേകത വേണം എന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് ഏത് കാലം വരെ പോവും. ഇവിടെ മറ്റുള്ളവരും ചോദ്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാനായിട്ട് ഉത്തരങ്ങൾ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സമാധാനം നഷ്ടപ്പെടും. നമ്മുടെ നാട്ടിലെ സമാധാനം നഷ്ടപ്പെട്ട് ഇപ്പൊ എല്ലാവരും അത് തുറന്നു ചോദിക്കാനുള്ള ഒരു അവസ്ഥയിലേക്ക്, റോഡിലേക്ക്, പൊതുനിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, എല്ലാ കോളേജുകളിലും ഈ ചോദ്യം വന്നു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന് ആർക്കും തികച്ചു മറുപടി കൊടുക്കാനായിട്ട് ആർക്കും പറ്റില്ല. അതാണ് അവസ്ഥ, അതാണ് സത്യം. അത് ഈ വിഭാഗക്കാര് മനസ്സിലാക്കേണ്ടതാണ്. ഈ പ്രത്യേക വിഭാഗക്കാര് ഈ മുസ്ലിം മതത്തിനോടാണ് ഞാൻ പറയുന്നത്. എനിക്കത് പറയാനായിട്ട് അങ്ങനെ യാതൊരു തരത്തിലുള്ള ഭയവും എനിക്ക് തോന്നേണ്ട കാര്യമില്ല. കാരണം ഞാനൊരു ജനാധിപത്യ രാജ്യത്തിൽ ജീവിക്കുന്ന ഒരു പ്രജയാണ്. അതുകൊണ്ട് എനിക്കത് പറയാനും ചോദിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം എന്റെ ഭരണഘടന എനിക്ക് തന്നിട്ടുണ്ട്. ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാനും ഈ ഇന്ത്യ മഹാരാജ്യത്ത്
ഈ കേരളത്തില് ഉള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ്, അത് ഞാൻ അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു. പക്ഷെ ഞാൻ പബ്ലിക് പ്ലേസിൽ പോയിട്ട് ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ചന്ദനത്തിരി കത്തിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നടുറൂട്ടിൽ ഒരിക്കലും ഞാൻ വായ വിരിച്ചിരിക്കാറില്ല. അതൊരിക്കലും ഞാൻ പബ്ലിക് ഇടത്തിൽ കൊണ്ടുപോയി വിളമ്പാറില്ല എന്റെ മതം. അപ്പൊ എന്തുകൊണ്ട് മറ്റുള്ളവര്? അപ്പൊ ഞാൻ എത്ര കാലം മിണ്ടാതിരിക്കും? ഒരു ക്രിസ്ത്യാനിയായ എന്റെ സുഹൃത്തിനും ഒരു ഹിന്ദുവായ എനിക്കും ഞങ്ങൾക്ക് രണ്ടുപേർക്കും കിട്ടാത്ത ആനുകൂല്യങ്ങൾ ഒരു മുസ്ലിമായ ഒരുത്തിന് കിട്ടുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് എന്ന് ഒരുപാട് കാലം മുന്നോട്ട് പോയാൽ ഞങ്ങൾ രണ്ടുപേരും ചോദിക്കാൻ തുടങ്ങിയാൽ ഈ പറയുന്ന പ്രാകൃത മതക്കാർക്കും ഈ സർക്കാരിനും എന്തെങ്കിലും ഞങ്ങളോട് പറയാനുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ആ അവസ്ഥകള് ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ പറയുന്നത്. ഇവിടുത്തെ പ്രത്യേക മതവിഭാഗത്തിനോട് പറയാണ്, ദൈവമൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേണം കോളേജിലോട്ട് പഠിക്കാൻ വരാനായിട്ട്. ദൈവങ്ങളെയൊക്കെ വീട്ടിൽ വെച്ചിട്ട് വേണം കോളേജിലേക്ക് പഠിക്കാൻ വരാൻ. കോളേജിൽ വന്നിട്ട് നിസ്കരിക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ എന്തിനാണ് കോളേജിലേക്ക് വരുന്നത്? നിങ്ങൾ അവിടെ വീട്ടിലിരുന്നിട്ട് കാലത്തൊട്ട് വൈകുന്നേരം വരെ നിസ്കരിച്ചോ മക്കളെ? ആര് പറഞ്ഞു വേണ്ടെന്ന്? അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മദ്രസയിലേക്ക് പൊക്കോ. നിങ്ങൾ 1 തൊട്ട് 10ാം ക്ലാസ് വരെ SSLC വരെ നിങ്ങൾ മദ്രസയിൽ പോയിട്ട് പഠിക്കുക. ആ മദ്രസയിൽ ഒന്നാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ മദ്രസയിൽ പഠിക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉസ്താദുമാര് സൗകര്യം ചെയ്തു തന്ന് നിങ്ങൾ അവിടെ പോയിട്ട് പഠിച്ച് നിങ്ങളുടെ മതാചാരങ്ങളൊക്കെ പഠിച്ച് നിങ്ങളുടെ മതാചാരങ്ങളൊക്കെ വിളമ്പി അവിടെ ഇരുന്നിട്ട് നിങ്ങളത് ഫുൾ ശാപ്പാടടിച്ച് നിങ്ങൾ അവിടെ ഇരുന്ന് കോളേജിൽ നിങ്ങളുടെ മേലധ്യക്ഷന്മാരെ കൊണ്ട് നിങ്ങൾ കോളേജിൽ വിദ്യാഭ്യാസവും പൂർത്തിയാക്കി നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങളുടെ മതം പഠിച്ച് നിങ്ങൾ അവിടെ ഇരുന്നിട്ട് നിങ്ങൾ എന്താണെങ്കിൽ ചെയ്യേ. മറ്റുള്ളവനെ വന്നിട്ട് എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ഇവിടെ പഠിക്കുമ്പോ പബ്ലിക് ഇടത്തിൽ വരുമ്പോ പബ്ലിക് ഇടത്തിന്റെ മര്യാദകൾ നിങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. അതിനിടയിൽ മതം വിളമ്പാൻ കൊണ്ടുവന്നാല് അതിവിടെ ചെലവാവൂല എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയേണ്ടി വരും. അങ്ങനെ പറയേണ്ടി വരുമ്പോ എന്താണ്? അത് 1.5 പറച്ചിലാവും. കാരണം ഇവിടെ കാലം കുറേയായി ഈ മതം കുത്തിക്കയറ്റാൻ തുടങ്ങിയിട്ട്. ഇവിടെ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ മതം കുത്തിക്കയറ്റാനായിട്ട് ഒരു സൂചി കുത്തുന്ന പഴുത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ മതം കുത്തിക്കയറ്റാൻ നോക്കുന്ന ഈ പ്രത്യേക വിഭാഗക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ന്യൂനപക്ഷമാണെങ്കിലും പിന്നെ ഭൂരിപക്ഷമാണെന്നുണ്ടെങ്കിലും ഭൂരിപക്ഷമായിട്ടുള്ള ആൾക്കാർ മതം കുത്തിക്കയറ്റാൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്മുറക്കാര് ഈ പറയുന്ന സൂചി കുത്താനായിട്ടൊരു ഇടം കൊടുത്ത്, അതായത് ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ സൂചി കുത്താനായിട്ട് ഇടം കൊടുത്തതിന്റെ പേരിലാണ് ഈ വിഭാഗം ഇങ്ങനെ വികസിച്ച് ഇങ്ങനെ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയിട്ടുള്ളത്. അപ്പൊ ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ആയ അവസ്ഥയില് ഇനിയും ഇത് അനുവദിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മറ്റ് 2 മതക്കാർക്കും ഇതിനെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥ ഗതികേടിലാക്കി ഞങ്ങളെ തള്ളിവിടുകയാണ് നിങ്ങൾ. ഇവിടുത്തെ 2 മതക്കാരെയും, അതായത് ഹിന്ദു സംസ്കാരപ്രകാരം ഹിന്ദു മതാചാരപ്രകാരം ജീവിക്കുന്ന ഭൂരിപക്ഷങ്ങളായിട്ടുള്ള ഹിന്ദു മതത്തിനും ക്രിസ്തീയ ആചാരപ്രകാരം ജീവിക്കുന്ന ക്രിസ്ത്യൻ മതത്തിനും ഇതിനെ ചോദ്യം ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഞങ്ങളെ കൊണ്ട് തള്ളിവിടുകയാണ്. ഞങ്ങളെ പുറകിൽ നിന്ന് തള്ളുകയാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ നിലനിൽപ്പില്ലാണ്ടാവില്ലേ? ഈ പ്രത്യേക മതം മാത്രം ഇവിടെ വലുതായി വന്നാൽ ഇപ്പൊ തന്നെ നമുക്ക് പൊതു ഇടത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഭയത്തോടു കൂടി മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ പല പ്രവൃത്തികളും. ആ ഭയപ്പാടുണ്ടാക്കിയത് ആരാണ്? ഈ ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും പാഴ്സിയും സിഖും എല്ലാവരും ഒന്നായിട്ട് കഴിഞ്ഞിരുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് മനസ്സിൽ ഭയപ്പാടുണ്ടാക്കിയത് ആരാണ്? ഇവരുടെ പ്രവൃത്തികളാണ്. അപ്പൊ ഇവരുടെ പ്രവൃത്തികളെ കണ്ട് മനസ്സിലാക്കിയിട്ട് ഒരു പരിധി കഴിയുമ്പോ നമ്മളും അത് ചിന്തിക്കാൻ, നമ്മളും തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയാൽ ഇവർക്ക് നമ്മളോട് എന്താണ് തിരിച്ചു പറയാനുള്ളത്? അതാണ് എന്റെ ചോദ്യം. ഇവിടുത്തെ മുസ്ലിം മതത്തിനോടാണ് എന്റെ ചോദ്യം. ഇവിടുത്തെ മുസ്ലിം മതമേൽ അധ്യക്ഷന്മാരോടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന തോന്നിവാസങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഉപദേശങ്ങളോ നിങ്ങൾക്ക് കൊടുക്കാനില്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് മതമേൽ അധ്യക്ഷനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ധർമ്മവും നിങ്ങൾക്ക് ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ ഈ മതമേൽ അധ്യക്ഷന്മാരെന്ന് പറയുന്നതിന്റെ കോമാളി വേഷം കെട്ടി അതിന്റെ കോമാളി വേഷം എടുത്തണിഞ്ഞ് ഇരിക്കുന്നതിന്റെ എന്താ പറയാ ചേതോ വികാരം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് നിങ്ങളോട് ചോദിപ്പിച്ചതും ഈ പറയുന്ന നിങ്ങളുടെ പ്രവർത്തികളാണ്. ഇപ്പോ ഇവിടെ കുറച്ചു കാലം മുമ്പ് ഒരു അഭിമന്യു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കോളേജിനകത്ത് കയറിയിട്ട് SDPIയുടെ പ്രവർത്തകര് ആ പയ്യനെ ഒരു പാവം വീട്ടിലത്തെ ഒരു പയ്യനായിരുന്നു. ആ പയ്യനെ ഒറ്റ കുത്തിന് കൊന്ന് കോളേജിൽ കയറിയിട്ട് അവനെ കുത്തിക്കൊന്നു. അപ്പൊ അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ സമയത്ത് അത് എന്ത് കാര്യത്തിന്റെ പേരിലാണെന്ന് അറിയാവോ? അഭിമന്യുവിനെ, അതായത് ഇവിടുത്തെ RSSകാരുടെ പേരും പറഞ്ഞിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് ഇട്ട് പണിയുന്നുണ്ടോ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും SDPIക്കാരും എന്നുള്ള ചോദ്യം അഭിമന്യു ചോദിച്ചു. അതിന്റെ പേരിലാണ് അഭിമന്യു അന്നേരം തന്നെ ആ പയ്യനെ വച്ചേക്കാതെ അന്നേരം തന്നെ നശിപ്പിച്ചു കളഞ്ഞത്. അപ്പോ അങ്ങനെ അഭിമന്യു കൊല്ലപ്പെട്ടു. അഭിമന്യുവിന്റെ പേരില് കമ്മ്യൂണിസ്റ്റുകാർ, ഇവിടുത്തെ നാറിയ കമ്മ്യൂണിസ്റ്റുകാര്
ഒരു പണപ്പിരിവ് നടത്തിയിട്ട് അതിന്റെ ഒരു ഒട്ടുമുക്കാൽ ഭാഗവും അവർ സ്വയം വിഴുങ്ങി, ബാക്കി എന്തോ ഒരു പിച്ചാക്കാശ് അവരെ കുടുംബക്കാർക്ക് ഇട്ടുകൊടുത്തു. അതാണ് അതിന്റെ സത്യം ഉണ്ടായത്. അതായത് ഇവർക്കൊരു രക്തസാക്ഷിയെ കിട്ടി, നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു രക്തസാക്ഷിയെ കിട്ടി. ആ പാവം ചെറുപ്പക്കാരൻ അവരുടെ കുടുംബത്തിന് നഷ്ടപ്പെട്ടു, ആ കുടുംബം വഴിയാധാരമായി. അപ്പൊ അത് അഭിമന്യുവിന്റെ കാര്യം. ഇനി അടുത്ത ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാല് സിദ്ധാർത്ഥാണ് അടുത്ത രക്തസാക്ഷി. സിദ്ധാർത്ഥിനെ ആരാ കൊന്നത്? അതും മതത്തിന്റെ പേരില് വളരെ ക്രൂരമായി, അതിക്രൂരമായി ഒരു ചെറുപ്പക്കാരനെ 2-3 ദിവസം ഇട്ട് പീഡിപ്പിച്ച് വെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ മതത്തിന്റെ പേരിൽ തന്നെ കുത്തിക്കൊലപ്പെടുത്തി, അവനെ വെട്ടിയും കുത്തിയും അടിച്ചും ചവിട്ടിയും അവന്റെ മുതുകത്ത് ചവിട്ടിയും അവന്റെ ദേഹത്ത് കയറി നിന്ന് ചാടിയും അങ്ങനെ ക്രൂരമായിട്ട് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ഇവിടുത്തെ ഈ എത്തപ്പൈ ഗുണ്ടകള്, എത്തപ്പൈ കുട്ടിക്കൊരങ്ങന്മാര് ആ ചെറുപ്പക്കാരനെയും കൊന്നുകളഞ്ഞു. ആ ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞിട്ടും ഇന്ന് വരെ അതിന്റെ പേരിൽ ആർക്കും ഒരു ചോദ്യവുമില്ല. അതും മലയാളി മറന്നു. മതത്തിന്റെ പേരിലാണെന്ന് ചിന്തിക്കണം. ആരുടെ തട്ടത്തിന്റെ വക്കത്ത് തൊട്ടു എന്നാണ് പറയുന്നത്? ഏതോ ഒരു വിദ്യാർത്ഥിനിയുടെ തട്ടത്തിന്റെ വക്കത്ത് തൊട്ടു സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞിട്ടാണ് ആ പാവം ചെറുപ്പക്കാരനെ കൊന്നുകളഞ്ഞത്. നിങ്ങൾ എല്ലാവരും, ഞാൻ പറയുന്ന ഏത് സമൂഹമായാലും ഏത് മതമായാലും നിങ്ങൾ എല്ലാവരും മനുഷ്യന്റെ തലച്ചോറാണ് നിങ്ങളുടെ തലയ്ക്കകത്തെങ്കിൽ നിങ്ങൾ എല്ലാവരും തുറന്ന മനസ്സോടുകൂടി ചിന്തിക്കേണ്ടതാണ്. ഒരു മതത്തിന്റെ പേരിലാണ് ഒരു പാവം ചെറുപ്പക്കാരനെ 2-3 ദിവസം ഇട്ട് പച്ചവെള്ളം പോലും കുടിക്കാൻ കൊടുക്കാതെ കൊലപ്പെടുത്തി കളഞ്ഞത് നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ കേരളത്തിലാണ്. മതത്തിന്റെ പേര് പറഞ്ഞിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ ഇത് മുഴുവൻ ചെയ്യുമ്പോഴ്, ഇതൊരു മതവിഭാഗക്കാര് ചെയ്യുമ്പോഴ് ഈ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയുന്ന ഒരു പഴമൊഴി ഞാൻ കണ്ടെടുക്കുകയാണ്. ഈ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥ, ഒരു മതവിഭാഗത്തിന്റെ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ കമ്മ്യൂണിസം, അതായത് ഈ കേരളത്തിന്റെ പുഴുത്ത കമ്മ്യൂണിസം, ഈ പുഴുത്ത കമ്മ്യൂണിസമാണ് ഈ ഒരു വിഭാഗക്കാരെ മാത്രം ഇങ്ങനെ എന്താ പറയാ വലിപ്പിച്ച് കൊണ്ടുവരുന്നത്. ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ വലിയൊരു എന്താ പറയാ കാഴ്ചപ്പാട്, അവരുടെ കാഴ്ചപ്പാട് തന്നെ കമ്മ്യൂണിസം, സ്വാതന്ത്ര്യം, സോഷ്യലിസം എന്നൊക്കെ പ്രവർത്തിക്കാമെന്നുണ്ടെങ്കിലും ഇവിടെ ആർക്കാണ് സ്വാതന്ത്ര്യമുള്ളത്? ആർക്കാണ് സ്വാതന്ത്ര്യം? ഇവിടെ ആർക്കും സ്വാതന്ത്ര്യമില്ല. അവര് പറയുന്നൊരു മതവിഭാഗക്കാർക്ക് മാത്രം ഇവിടെ ജീവിച്ചാൽ മതി. ഈ മതവിഭാഗക്കാരെ മാത്രം ഇങ്ങനെ ബലൂണ് പോലെ വീർപ്പിച്ച് കൊണ്ടുവന്നിട്ട് അവരുടെ ആൾക്കാർക്ക് മാത്രം വേണ്ടത്ര കാര്യങ്ങളായാലും ഈ പറയുന്ന എന്താ പറയാ പഠിക്കാനുള്ള ഫെലോഷിപ്പ് ആണെന്നുണ്ടെങ്കിലും പൈസയുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും സ്കോളർഷിപ്പ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈ ഒരു വിഭാഗക്കാർക്ക് മാത്രം മതി. ഈ ഒരു വിഭാഗക്കാരെ ഇങ്ങനെ തീറ്റ കൊടുത്ത് ഇങ്ങനെ തടിച്ച് ഇങ്ങനെ നല്ലൊരു ഗുണ്ടായിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ബാക്കി മതക്കാർ ഇവിടെ കൈ ഉയർത്തി ചോദിക്കാൻ തുടങ്ങിയാൽ ഈ പറയുന്ന ഭരണസംഘടനയ്ക്ക്, ഈ കമ്മ്യൂണിസത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഈ കമ്മ്യൂണിസത്തിന് ഈ എത്തപ്പയുടെ പേരിൽ, എത്തപ്പൈ എന്ന് പറയുന്ന ഒരു സംഘടന ഈ കുട്ടിക്കുരങ്ങന്മാരെ അങ്ങോട്ട് അഴിച്ചു വിട്ടേക്കാണ്. പോയി മേഞ്ഞോ. ഈ എത്തപ്പയിലെ ഒട്ടുമുക്കാൽ ഭാഗങ്ങളും, ഈ എത്തപ്പൈ എന്ന് പറയുന്ന സംഘടനയിലെ ഒട്ടുമുക്കാൽ ഭാഗത്ത് ഉള്ള പ്രവർത്തിക്കുന്ന മനുഷ്യരും പകല് മുഴുവനും ചുവപ്പാണെങ്കിൽ അവര് രാത്രി പച്ചയാണ്. ഈ രാത്രി പച്ചയെടുത്ത് അണിയുന്ന എന്തിനാണെന്നറിയോ? ഈ പകല് പച്ചയാവുന്നത് ഈ പറയുന്ന എത്തപ്പൈക്കാരും ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരും ഈ കമ്മ്യൂണിസം അവരുടെ മതത്തെ സംരക്ഷിക്കാനെന്ന് ഉറപ്പ് കൊടുത്തിട്ടായിരിക്കാം ഇവര് ഈ തോന്നിവാസങ്ങൾ മുഴുവൻ കാണിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ മതത്തെ സംരക്ഷിക്കാനും അവരുടെ എന്താ പറയാ ആചാരങ്ങളെ സംരക്ഷിക്കാനും ഉറപ്പ് കൊടുത്തിട്ടും ആ ഉറപ്പ് കിട്ടുന്നത് കൊണ്ടാണ് ഈ എത്തപ്പൈ ഗുണ്ടകൾ വന്നിട്ട് ഇങ്ങനെ അഴിഞ്ഞാടുന്നത്. അത് പരമമായ സത്യമാണ്. എത്ര കാലം മറച്ചു വയ്ക്കാൻ പറ്റും? ഇപ്പോ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ സമൂഹത്തിനോട് ഞാൻ ചോദിക്കുകയാണ്. സാധാരണ ഒരു മനുഷ്യൻ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോ ഒരു ദൈവത്തിന്റെ പേരിൽ ഒരാള് ദൈവം വിളിച്ചാൽ വേണ്ട, മാന്യമായിട്ട് നിൽക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു പൊതു ഇടമോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇടമോ അവിടെ നിന്നിട്ട് ഏതെങ്കിലും ഒരുത്തൻ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനും കൊണ്ട് മനുഷ്യൻ ഓടിയ വഴിയറിയില്ല. എന്തുകൊണ്ട്? അതൊരു വൃത്തികെട്ട വേടായത് കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ട്? അത് ഈ മുസ്ലിം സമൂഹം ചിന്തിക്കേണ്ട കാലം അതിക്രമിച്ചു പോയി. അത് ഈ മനുഷ്യരുടെ മനസ്സിലേക്ക് ആക്കി വെച്ചത് അവരുടെ പ്രവൃത്തി മൂലമാണെന്ന് അവർ തിരിച്ചറിയേണ്ട കാലം അതിക്രമിച്ചു പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്? എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? മതമാണോ കോളേജിൽ വേണ്ടത്? നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചറാണ് നിങ്ങൾക്ക് വലുതെന്നുണ്ടെങ്കിൽ പാവം പൊന്നു വിദ്യാർത്ഥികളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുടുംബത്തിന് അത്താണിയാവേണ്ട നിങ്ങളാണ്. അത് ഹിന്ദുക്കളായാലും മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനികളായാലും ശരി, അവനവന്റെ ഫ്യൂച്ചർ പിന്നെ വളരെ സേഫ് ആക്കാന്നുള്ളതല്ലാതെ ഈ മതം കലർത്തിക്കൊണ്ട് നടന്നിട്ട് എവിടെ ചെന്നെത്താനാണ്? എനിക്കതാണ് മനസ്സിലാവാത്തത്.
ഇത് ഇത് കുറച്ചു നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ഹലാൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. സർവ്വതിക്കിന് ഹലാല് കുത്തിക്കയറ്റ, കാണുന്നിടത്ത് മുഴുവനും ഹലാല് മാത്രമേ കഴിക്കുള്ളൂ. ഞാൻ പറയണേ, അന്തോണിയേട്ടന്റെ ചായക്കട ഉണ്ടായിരുന്നു, മമ്മദിന്റെ ചായക്കട ഉണ്ടായിരുന്നു, പിന്നെ മോഹനേട്ടന്റെ ചായക്കട ഉണ്ടായിരുന്നു. ഈ പറയുന്ന ചായക്കടകളൊക്കെ മാറിയിട്ട് അവിടെ മുഴുവനും ഹലാല്, ഭക്ഷണത്തിലും ഹലാലാണ്, ഭക്ഷണവും ഹലാലാണ്. ഈ ഭക്ഷണത്തിൽ ഞാൻ ചോദിക്കുന്ന, ഇവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെ വാഴുന്ന ഈ നാട്ടില് ഒരു വിഭാഗക്കാർക്ക് മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ? അപ്പൊ അത് പതിയെ അനുവദിച്ചു കൊടുത്തിട്ട് വെള്ളിയാഴ്ച ദിവസം പിന്നെ പരീക്ഷ മാറ്റിവെച്ചു. വെള്ളിയാഴ്ച ദിവസം പരീക്ഷ മാറ്റി വെക്കുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? അപ്പൊ അവിടെ ഈ മതം കുത്തിക്കയറ്റി. ആരാണ് കുത്തിക്കയറ്റുന്നത്? ഈ പിന്നെ അവിഞ്ഞ രാഷ്ട്രീയക്കാരാണ്. ഈ അവിഞ്ഞ കമ്മ്യൂണിസമാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ നാട്ടില് മതത്തിന്റെ പേരിൽ മറ്റുള്ളവരെ കൊലയ്ക്ക് കൊടുക്കാനായിട്ട് തയ്യാറായത് ഇവിടുത്തെ കമ്മ്യൂണിസമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കമ്മ്യൂണിസം, അതായത് കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഹിന്ദു മതത്തെയും മറ്റുള്ള മതങ്ങളെയും അടച്ചാക്ഷേപിച്ചത് കൊണ്ട് നശിച്ച് കമ്മ്യൂണിസം എന്ന് പറയുന്നത് മുടിഞ്ഞ് മൂലാണ്ടപ്പെട്ട് അവസാനിക്കാറായി. ഈ എത്തപ്പൈകാരും ഈ മുടിഞ്ഞ കമ്മ്യൂണിസവും അവരുടെ ആദർശങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട്, അവരുടെ തോന്നിവാസങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അവർ മര്യാദയ്ക്ക് പ്രവർത്തിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ഇത് അവസാനത്തിന്റെ ഘട്ടത്തിലാണ്. നിങ്ങൾ അവസാനത്തിന്റെ ഘട്ടത്തിലാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു വിഭാഗക്കാരെ മാത്രം തൃപ്തിപ്പെടുത്തിയിട്ട് ഇവിടെ ജീവിക്കാൻ പറ്റുമോ? ഇവിടെ മറ്റുള്ളവരൊക്കെ എന്ത് ചെയ്യും? അതൊരു ചോദ്യമല്ലേ? അപ്പൊ അല്ലെങ്കിൽ പിന്നെ ഒരു വിഭാഗക്കാർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് അങ്ങ് പ്രഖ്യാപിക്കേ, ഞങ്ങൾ ഈ വിഭാഗക്കാരുടെ മാത്രം സംരക്ഷകരാണ്, അപ്പൊ ഞങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോളാം, ഞങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നിങ്ങൾക്ക് രണ്ടാനമ്മ നയമാണ് ഞങ്ങളോടുന്നുണ്ടെങ്കിൽ, പണ്ട് കാലത്തോട്ട് എങ്ങനെയാണ്? ഇവിടുത്തെ ക്രിസ്ത്യാനികളോടും ഇവിടുത്തെ ഹിന്ദുക്കളോടും നിങ്ങൾക്ക് രണ്ടാനമ്മ നയമാണെങ്കിൽ നിങ്ങൾ പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കേ, എന്നിട്ട് ഇവരെ മാത്രം താങ്ങി നടക്ക്. നമുക്കൊരു പ്രശ്നമില്ല, നമുക്കറിയാം നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ. അപ്പൊ അവരെ പോലെ തന്നെ ഈ പ്രാകൃത മതക്കാരുടെ സ്വഭാവം നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ നിങ്ങൾ നമ്മളെ പ്രകോപിപ്പിക്കരുത്. കമ്മ്യൂണിസ്റ്റുകാരാണെന്നുണ്ടെങ്കിലും ഈ പ്രത്യേക മതവിഭാഗക്കാരാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് എത്തപ്പൈക്കാരാണെങ്കിലും എത്തപ്പൈ കുട്ടിക്കുരങ്ങന്മാരോടക്കം ഞാൻ പറയുന്നത്, നമ്മളെ മറ്റൊരു മുഖം കാണിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത്. അതാർക്കും നല്ലതിനാവില്ല. ഈ നാട് തന്നെ മുടിഞ്ഞു പോകുന്നൊരവസ്ഥയാണ്. കാരണം എത്ര കാലം ഇത് സഹിക്കാൻ പറ്റും? ഇവിടെ വിദ്യാഭ്യാസം തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഭാഗമാണ് ക്രിസ്തീയ മതക്കാര്. ഇവിടുത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊണ്ടുവന്ന ഒരു ക്രിസ്തീയ മതമാണ്. ആ ക്രിസ്തീയ മതക്കാരുടെ വിദ്യാഭ്യാസം അപ്പൊ നിങ്ങളിന്ന് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഒഴിവാക്കേണ്ടത് ഈ വിദ്യാഭ്യാസം തന്നെയാണ്. നിങ്ങൾ എന്തിനാ കോളേജിൽ വരുന്നേ? എനിക്ക് ഈ പ്രത്യേക മതക്കാരോട് ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് കോളേജിൽ വരുന്നത്? നിങ്ങൾ കോളേജിൽ പഠിക്കാൻ വരണ്ട, നിങ്ങൾ നിങ്ങളുടെ മദ്രസയിൽ പോയിട്ട് പഠിച്ചാൽ പോരെ? ഇതെല്ലാവർക്കും ബുദ്ധിമുട്ടിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ കോളേജിന്റെ തത്വങ്ങളും കോളേജിന്റെ ആദർശങ്ങളും കോളേജിന്റെ നിയമാവലികളും നിങ്ങൾ ചെയ്തോളാം എന്ന് നിങ്ങൾ അവർക്ക് വാക്ക് കൊടുത്തിട്ടാണ് കോളേജ് അഡ്മിഷൻ തരുന്നത്. ആ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തനി നിറം കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ നിങ്ങൾ നിങ്ങളുടെ തനി നിറം കാണിക്കുന്നത്. ഇന്നിപ്പോ നിങ്ങൾക്ക് നിസ്കരിക്കാനായിട്ട് സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നാളെ നിങ്ങൾക്ക് അവിടെ പള്ളി പണിയണം, നാളെ നിങ്ങളുടെ സ്വന്തം പള്ളി പണിയണം എന്ന് പറയും കോളേജിനകത്ത്. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കുന്ന, ഇവിടുത്തെ ബാക്കി മതക്കാർക്ക് അവരുടെ കുർബാന നടത്തണ്ടേ? ഹിന്ദു മതക്കാർക്ക് അവരുടെ പ്രാർത്ഥന നടത്തണ്ടേ? നാമം ജപിക്കണ്ടേ? ഇനിയിപ്പം കോളേജിനകത്ത് നിന്ന് കെട്ടി നിറച്ചിട്ട് ഞങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകണമെന്ന് പറഞ്ഞാൽ അപ്പൊ എന്ത് ചെയ്യും? അനുവദിച്ചു തരാൻ പറ്റുമോ? ഇറ്റ്സ് എ കോമൺ ക്വസ്റ്റ്യൻ. മറുപടി പറയട്ടെ, ഈ മതസംഘടനകളൊക്കെ മറുപടി പറയട്ടെ, എന്തുകൊണ്ടാണ് ഇതില്ലാത്തത്? അപ്പോ എല്ലാ കാര്യങ്ങൾക്കാണെങ്കിലും ഏത് കാര്യങ്ങൾക്ക് 10,000-കണക്കിന് വർഷം പഴക്കമുള്ള ഹിന്ദുമതം, ഹിന്ദു സംസ്കാരം ഇവിടെ ഉണ്ട്. അവർക്കൊന്നും യാതൊരു തരത്തിലുള്ള അധികാരങ്ങളോ അവകാശങ്ങളോ സ്പെഷ്യലായിട്ട് ആരും കൊടുക്കുന്നില്ല. അതും ഏറ്റവും വലിയ ഭൂരിപക്ഷമായിട്ടുള്ള ഒരു ഹിന്ദു സംസ്കാരത്തിൽ, സനാതന ധർമ്മത്തിൽ ഇവിടെ 10,000-കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള സനാതന ധർമ്മം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അവരാരും ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്കും നിങ്ങളോട് ആവശ്യപ്പെടാൻ വരുന്നില്ല. ഒരു 2000 വർഷം പഴക്കമുള്ള ക്രിസ്തീയ സഭയും ഇവിടെയുണ്ട്. അവരും നിങ്ങളോട് ഒരു സ്പെഷ്യൽ കാര്യങ്ങളും ആവശ്യപ്പെടാൻ വരുന്നില്ല. പിന്നെ ഈ പറയുന്ന ഒരു 1400 വർഷം പഴക്കമുള്ള നിങ്ങൾ കിടന്നിട്ട് ഇവിടെ കിടന്നിങ്ങനെ ഈ എന്താ പറയാ ഞാഞ്ഞൂലിനെ വിഷം വെക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ വിഷം വെച്ചിട്ട് ഇങ്ങനെ വളഞ്ഞു കളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? നിങ്ങളെ ഈ സമൂഹം തന്നെ വെറുക്കും എന്നല്ലാണ്ട് വേറെ എന്ത് സംഭവിക്കാനാണ്? അത് നിങ്ങൾ സ്വയം വളർന്നിരുന്ന തുപ്പല്ലേ? അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന നിർമ്മല കോളേജില് ഈ സംഗതി ഉണ്ടായി, ഞാൻ സമ്മതിക്കുന്നു. കുറച്ചു നാൾ മുമ്പ് നമ്മുടെ ന്യൂമാൻ കോളേജില് ജോസഫ് മാഷ് കൈവെട്ടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് ന്യൂമാൻ കോളേജിൽ ജോസഫ് മാഷ കൈവെട്ടിയത് അദ്ദേഹം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തോ ഒരു വാക്ക് ഉപയോഗിച്ചു,
എന്താ പറയാ മുഹമ്മദ് എന്ന് പറഞ്ഞൊരു വാക്ക് എഴുതി എന്നതിന്റെ പേരിലാണ് ആ മതത്തിന്റെ പേരും പറഞ്ഞിട്ടാണ് ആ മനുഷ്യന്റെ കയ്യും കാലും വെട്ടിയത്. അന്ന് ഈ ക്രിസ്തീയ സഭ ആ മനുഷ്യനെ ഒരിക്കലും ഒരു സപ്പോർട്ട് കൊടുത്തില്ല. അദ്ദേഹത്തിന് ആ കോളേജിൽ നിന്ന് പിരിച്ചുവിട്ടു, ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. അദ്ദേഹം മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന്റെ ഫാമിലി മൊത്തം പോയി, നശിച്ചു. അദ്ദേഹം ഒറ്റപ്പെട്ടു. പിന്നെ എന്തോ ഈശ്വരന്റെ കൃപ കൊണ്ട് ആ മനുഷ്യൻ ജീവിച്ചിരുന്നു. കാലം ഒരു മാപ്പ് സാക്ഷിയെ പോലെ കാലം എന്താ പറയാ എല്ലാ കാര്യങ്ങളും ആ മനുഷ്യനെ കണ്ണിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ന പോലെ ആ മനുഷ്യനെ ജീവിപ്പിച്ചു. ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തില്ല. അദ്ദേഹത്തിന് ജീവിക്കാനുള്ള ഒരു ശക്തി ഈശ്വരനായിരിക്കാം കൊടുത്തിട്ടുണ്ടാവുക. അദ്ദേഹം ഇനി ഇതെല്ലാം കാണുകയാണ്. ഇന്നിപ്പോ ഈ ക്രിസ്തീയ സഭകൾ അനുഭവിക്കാൻ പോകുന്നത് ഈ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത പോലെ ഈ ക്രിസ്തീയ സഭകൾ അന്ന് കാണിച്ച അദ്ദേഹത്തിനോട് കാണിച്ച ആ തെണ്ടിത്തരം, അങ്ങനെ തന്നെ ഞാൻ പറയും. അന്ന് അദ്ദേഹത്തിനെ ഒറ്റപ്പെടുത്തിയിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ട് അദ്ദേഹത്തിനോട് കാണിച്ച് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാതെ ഈ ക്രിസ്തീയ സഭ അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ക്രിസ്തീയ സഭ ഇത് കണക്ക് പറയേണ്ടി വരും. അവിടേക്കാണ് പോക്ക്. ഇത് തമാശക്കല്ല ചെയ്തു വെക്കുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഒരു മര്യാദ വേണം. ആ മര്യാദ ലംഘിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ആർക്കും നോക്കാനില്ല. അപ്പൊ മര്യാദ കീപ്പ് ചെയ്തിട്ട് എല്ലാവരും ജീവിച്ചാൽ ഈ ഭൂമിയിൽ സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇവിടുത്തെ സമാധാനം നഷ്ടപ്പെടും. ഇനി മതം മാത്രം 24 മണിക്കൂറും മതം പുഴുങ്ങി തിന്നുന്നവരാണെങ്കിൽ നീ വീട്ടിലിരുന്ന് പുഴുങ്ങി തിന്ന്. നീ എന്തിനാണ് നാട്ടിലേക്ക് ഇറങ്ങി മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്? നീ മതം പുഴുങ്ങി തിന്ന് മതത്തിന്റെ ഡ്രസ്സും ഇട്ട് മതാചാര പ്രകാരം പ്രാർത്ഥിച്ച് 5 നേരോ 10 നേരോ 15 നേരോ എത്ര നേരാണെങ്കിലും നീ അവിടെ കിടന്ന് നിസ്കരിച്ച് നിന്റെ മതം തന്നെ പഠിച്ച് നിന്റെ മതം തന്നെ പുഴുങ്ങി തിന്ന് മതം തന്നെ ധരിച്ച് നീ മതത്തോട് കൂടിയിട്ട് അവസാനിക്കേ. മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കല്ലേ. അതൊക്കെ നീ നിന്റെ സൗകര്യം പോലെ ചെയ്യേ. പബ്ലിക്കിൽ വന്നിട്ട് എന്തിനാണ് നോയിസൻസ് ചെയ്യുന്നത്? അതെന്തിനാണെന്നാണ് ചോദ്യം. അത് ഞാൻ ഇന്ന് ചോദിച്ചെങ്കിൽ എന്നെ പോലെയുള്ള 100 കണക്കിന് ക്രിസ്തീയ മതക്കാരും ഹിന്ദു മതക്കാരും ഒരുമിച്ച് ചോദിക്കാൻ തയ്യാറായാൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഇവരെ ഇങ്ങനെ കഴിവൂരി വിട്ടു ഓരോ സർക്കാരിന്റെയും ഈ കോൺഗ്രസ്സുകാരാണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും ഈ എത്തപ്പൈ കുട്ടിക്കുരങ്ങന്മാരാണെങ്കിലും ഇവരുടെയൊക്കെ തോന്നിവാസം കൊണ്ടാണ് ഇതേവരേക്കും ഇവര് കുളിപ്പിച്ച് ഒരു കുട്ടിയെ മാത്രം ലാളിച്ച് ഈ അവസ്ഥയിലാക്കി കൊണ്ടുവന്നത്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ലെന്ന് പറ. നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാൻ തയ്യാറാ. ഞാനും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. എന്തുകൊണ്ടാണ് ഒരു കൂട്ടർക്ക് മാത്രം ഇത്രയും പ്രത്യേകത? എന്താണ് ഒരു കൂട്ടർക്ക് മാത്രം പ്രത്യേകത? ഇനി അവർക്ക് ഇത്തിരി പ്രത്യേകതകളും കുറവുകളുണ്ടെങ്കിൽ അത് അവർ തന്നെ വരുത്തി വെച്ചു ചെത്തി കളഞ്ഞതാണ്. നമ്മൾ ആരും അവർക്ക് ചെയ്തു കൊടുത്തതല്ല. ആ ഒരു പ്രത്യേകത മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ബാക്കി ഒരു കുറവുകളും ഞാൻ കാണുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇവരെ കൂട്ടിപ്പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ചേർത്ത് പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവരെ മാത്രം ലാളിക്കുന്നത്? എന്താണ് ഇവർക്ക് പ്രത്യേകത? ഇവിടുത്തെ മാറി മാറി ഭരിച്ച ഓരോ സർക്കാരുകളും പറയേണ്ട മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. എന്താ ഞങ്ങൾ മനുഷ്യരല്ലേ? ഞങ്ങൾ എന്താ രണ്ടാം കൂടിയോ? ഞങ്ങൾ രണ്ടാം കൂടിയാണോ സർക്കാരിന്? വോട്ട് ചെയ്തിട്ട് ജനാധിപത്യപരമായിട്ട് വോട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വോട്ടവകാശം ഉണ്ടെങ്കിൽ ആ വോട്ടവകാശ പ്രകാരമാണ് ജനാധിപത്യപരമാണ് ഇവിടെ ഓരോ സർക്കാരും തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഞാനും ഒരു വോട്ടറാണ്. എന്റെ ആ അവകാശത്തിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളും മറ്റുള്ളവരും ക്രിസ്തീയ മതക്കാരും ഹിന്ദു മതക്കാരും മുസ്ലിം മതക്കാരും എല്ലാവരും ഒരുപോലെ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത ഒരു ജനാധിപത്യ ഭരണ സംവിധാനമാണെങ്കിൽ നിങ്ങൾ നമുക്ക് മറുപടി തന്നേ പറ്റുള്ളൂ. എത്ര കാലം നിങ്ങൾ ഈ ഒരു കുട്ടിയെ മാത്രം കൊഞ്ചിക്കും? അതാണ് എന്റെ ചോദ്യം. എന്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. എന്താണെങ്കിലും ഈ നിലയ്ക്കാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രത്യേക മതക്കാരെ, ഈ പ്രാകൃത മതക്കാരെ, പ്രത്യേക മതക്കാരെ നിങ്ങളെ കാണുമ്പോൾ ജനം എന്താ പറയാ നെറ്റി ചുളിക്കാനും നിങ്ങളുടെ നേരെ കൈ ചൂണ്ടാനും അധികകാലം ഇനി ബാക്കിയില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഭക്ഷണത്തിലും നടപ്പിലും എടുപ്പിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ മതം കുത്തിക്കയറ്റിക്കോ. നമുക്ക് യാതൊരു വക ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങളുടെ മതാചാര പ്രകാരം നിങ്ങൾ വസ്ത്രം ധരിച്ചോ, നിങ്ങളുടെ മതാചാര പ്രകാരം നിങ്ങൾ ഹലാല് ഭക്ഷണം കഴിച്ചോ, നിങ്ങൾ മതാചാര പ്രകാരം 5 നേരമല്ല 10 നേരമല്ല 15 നേരം നിസ്കരിച്ചോ, നമുക്കതിലൊന്നും യാതൊരു തരത്തിലുള്ള പരാതിയുമില്ല. പക്ഷേ ഈ പറയുന്ന സംഗതികൾ മുഴുവനും അവരവരുടെ സ്വകാര്യ നിമിഷങ്ങളില് അവരവരുടെ സ്വകാര്യ സ്ഥലത്ത് അവരവരുടെ സ്വന്തം സ്ഥലത്ത് മാത്രം നടപ്പാക്കുക. പബ്ലിക് പ്ലേസിൽ വന്നിട്ട് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഉണ്ടാക്കിയാൽ ബുദ്ധിമുട്ടാവുക, ഒരുപാട് ബുദ്ധിമുട്ടാവും. കാരണം അളമുട്ടിയാൽ ചേരയും കടിക്കും. നമ്മൾ ആരും ഉപദ്രവിക്കാൻ പോകുന്ന മനുഷ്യരല്ല. നമുക്ക് ഈ പബ്ലിക് ഇടങ്ങളിലൊക്കെ പോയിട്ട് മതം പറയാൻ തന്നെ നാണക്കേടാണ്. കാരണം 4 അക്ഷരം പഠിച്ചിട്ട് തലയ്ക്കകത്ത് എന്തെങ്കിലും തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ മൂക്ക് പിഴുപ്പിട്ടായവൻ ഒരിക്കലും ഈ മതം പറഞ്ഞിട്ട് അവിടെ ഇവിടെയും കുത്തിക്കയറ്റിയിട്ട് ഇങ്ങനെ ഭക്ഷണത്തിലും നടപ്പിലും വെടുപ്പിലും മതം പറഞ്ഞു നടക്കാനായിട്ട് നമുക്ക് നാണക്കേടാണ്. നാണക്കേട്.
അപ്പോ പക്ഷേ അത് നാണക്കേടാണെന്ന് വിചാരിച്ചിട്ട് അത് നമുക്ക്, അതായത് പറ്റണമെങ്കിൽ പണി പറ്റിയെടുത്ത് അതിന് 1 രൂപയുടെ നഷ്ടമല്ലേ ഉള്ളൂ എന്നുള്ള പോലെ ഇവിടെ ഹലാല് കുത്തിക്കയറ്റാൻ നോക്കി നടന്നില്ല. അപ്പൊ ഇനിയിപ്പോ നിസ്കാരം തുടങ്ങാം, നമുക്ക് എല്ലാ കോളേജിലും നിസ്കരിക്കാൻ തുടങ്ങാം എന്ന് പറഞ്ഞ് പിന്നീട് അവിടെ നമുക്ക് പള്ളിയും പണയാന്ന് പറഞ്ഞാല് എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, നമുക്കൊന്ന് രണ്ടാമത് ചിന്തിക്കേണ്ടി വരും. നമ്മളെ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് തള്ളി വിടുന്നത് നിങ്ങളാണ്. ഇവിടെ മിണ്ടാതിരിക്കുന്ന 2 മതസ്ഥരെയും ചൊറിഞ്ഞ് നിങ്ങൾ നമ്മളെ പ്രകോപിപ്പിച്ചാൽ നമ്മളും നിവർന്നു നിന്ന് ചോദിക്കാനായിട്ട് നമുക്ക് നിർബന്ധിതരാവും. അങ്ങനെ ആക്കരുത്. അതാണ് നമ്മുടെ നാടിന്റെ സമാധാനം. ഇവിടുത്തെ എല്ലാ മതക്കാരും ഒരുപോലെ ചിന്തിച്ച്, ഒരുപോലെ സ്നേഹിച്ച്, ഒരുപോലെ നടക്കുന്ന ഈ നാട്ടിൽ കുത്തിത്തിരിപ്പ് വേർഷൻ കൊണ്ട് നടന്നാല് ആ കുത്തിത്തിരിപ്പ് വേർഷൻ ഇവിടെ ചെലവാകാൻ പോണില്ല. നിങ്ങളുടെ ഹലാലോ നിങ്ങളുടെ നിസ്കാരോ ഒക്കെ നിങ്ങളുടെ വീട്ടില് ഈ പൊതുവിടങ്ങളിലല്ല എന്ന് പബ്ലിക്കായിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരും. അത് എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. കാരണം ഇവിടുത്തെ രാഷ്ട്രീയക്കാരിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒരു നീതിയോ ന്യായമോ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾക്ക് 2 കൂട്ടർക്കും പറയേണ്ടി വരും. അങ്ങനെ ക്രിസ്ത്യാനിക്കും പറയണം. കോളേജുകളിൽ മുസ്ലിമിന്റെ മാനേജ്മെന്റ് ആയിട്ടുള്ള കോളേജുകളിൽ വന്നിട്ട് ക്രിസ്ത്യാനിയും പറയട്ടെ, ഹിന്ദുവും പറയട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാനുള്ള നാമം ജപിക്കാനുള്ള ഇടം വേണം. ഒരു ക്രിസ്ത്യാനികൾ വന്നിട്ട് പറയട്ടെ, ക്രിസ്തീയ വിദ്യാർത്ഥികൾ വന്നിട്ട് പറയട്ടെ, കുർബാന നടത്തണം, അവർക്ക് കുർബാന നടത്തണം കോളേജുകളിൽ. എന്താ പ്രാർത്ഥിക്കാൻ തോന്നുമ്പോഴൊക്കെ പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ ആ ചോദ്യങ്ങളൊന്നും നിങ്ങൾ നമ്മളെ കൊണ്ട് ചോദിപ്പിക്കരുത്. അതിവിടെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പൊ ഈ വിഷയം വന്നത്, ഇപ്പൊ ഈ കോളേജിന്റെ ഈ വിഷയം വന്നത് ഒരാളും പറയാനായി റിപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും നട്ടല് കാണിച്ചിട്ടില്ല. കാരണം മാധ്യമങ്ങൾ വരെ രണ്ടാനമ്മ നയമാണ്. ഇവിടുത്തെ ഏഷ്യാനെറ്റ് ആയാലും മറ്റുള്ള ചാനലുകാരായാലും മനോരമ, മാതൃഭൂമി, ഏഷ്യാനെറ്റ്, എല്ലാ സംഗതികളും പഴുതാര പുഴുതേരട്ട സർവമാന മാധ്യമങ്ങൾക്കും ഇത് പറയാൻ നട്ടല്ലുണ്ടാവില്ല. കാരണം ഇവന്മാർക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ സൈഡിൽ കൂടെ കിട്ടുന്ന ആ വരുമാനം ഉണ്ടല്ലോ, അത് നിന്നുപോകും. അപ്പോ ആ പൈസയാണ്, പണമാണ് എല്ലായിടത്തും. പണം കിട്ടുന്നത് എവിടുന്നാണോ ആ പണത്തിന്റെ മേലെ, അതായത് ഈ പോകുന്ന വേസ്റ്റ് ഉണ്ടല്ലോ, ആ വേസ്റ്റിന്റെ മേലെ 10 പൈസ വെച്ചിട്ട് ഇവിടുത്തെ മാധ്യമ ഹിജടകളോട്, ഈ മാധ്യമ ഹിജടകളോട്, ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമ ഹിജടകളോട് നക്കി എടുത്തോളാൻ പറഞ്ഞാൽ അത് നക്കിയെടുക്കുന്ന വർഗമാണ് ഇവിടുത്തെ മാധ്യമ ഹിജറകൾ. സത്യം പറയാനായിട്ട് അവർക്ക് നട്ടല്ലില്ലെന്നിട്ടല്ല, പണം മറയ്ക്കും, വരുമാനം നിൽക്കും, അതുകൊണ്ട് പറയില്ല. അപ്പൊ ഒരു വിഭാഗക്കാർക്കും എതിരെ വരുന്ന ഒരു കാര്യങ്ങളും അവർ റിപ്പോർട്ട് ചെയ്യില്ല. പക്ഷേ എന്നെ പോലുള്ളവര് ജനിച്ചാൽ ഒരിക്കലേ മരണുള്ളൂ. എന്നെ പോലുള്ളവര് അത് പറയാൻ നിർബന്ധിതരാവും. നിങ്ങൾ നിർബന്ധിതരാക്കുകയാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്നെ ഹിന്ദുത്വ വർഗീയവാദിയാക്കി എന്നെനിക്ക് പറയേണ്ടി വരും. അങ്ങനെ ആക്കിയതാണ്. കാരണം എന്റെ 30ാമത്തെ വയസ്സിലെ ചിന്തയല്ല ഞാൻ ഇന്ന്. എന്തുകൊണ്ട്, എങ്ങനെ വന്നു, അത് നിങ്ങൾ തന്നെ സ്വയം ചിന്തിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് നമ്മളെ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടരുത്. റിക്വസ്റ്റ് ആണ്, മാന്യമായിട്ട് പറയാണ്. പൊതു ഇടങ്ങളിലെല്ലാം നിസ്കാരം, അതെല്ലാം നിങ്ങളുടേതായ മത ആചാര പ്രകാര സ്ഥലത്ത് എവിടെയാണോ അവിടെ നടത്തുക. കോളേജുകളിലും പബ്ലിക് പൊതു ഇടങ്ങളിലും വന്നിട്ട് ഈ ജാതി കുത്തിത്തിരിപ്പ് വേർഷങ്ങൾ ഉണ്ടാക്കരുത്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ നാണക്കേടും അതിന്റെ എല്ലാ തരത്തിലുള്ള പോരായ്മകളും നിങ്ങൾക്ക് തന്നെയാണ്. നിങ്ങൾ അവസാനം ഈ സമൂഹത്തിൽ ഒറ്റപ്പെടും. അതല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് നിങ്ങളോട് പറയാനില്ല എന്ന് ഒരു പാവം ഒരു പ്രവാസി ഇത്രയും നേരം എന്നെ കേട്ട എല്ലാവർക്കും എന്റെ കൂപ്പുകൈ നമസ്തേ. താങ്ക് യു. ജയ് ഹിന്ദ്.